എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇപ്പോഴും ഒരു വാക്യം നമുക്ക് ധ്യാനിക്കാം. സങ്കീർത്തനം 18-ാം അധ്യായം 1-ാം വാക്യം. എൻ്റെ ദൈവമേ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ വാക്യം ദാവീദിൻ്റെ സങ്കീർത്തനം പറയുന്നു. എൻ്റെ ദൈവമേ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എത്ര നല്ല കർത്താവ്! നാം കർത്താവിനെ സ്നേഹിക്കുമ്പോൾ ദൈവം നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. അത്ഭുത അടയാളം ചെയ്യുന്ന കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നു. ഈ ലോകത്ത് സാറാഫുകൾ കർത്താവിനെ ആരാധിക്കുന്നു. നമ്മൾ ആരാധിക്കുന്ന വിധത്തിൽ നമ്മൾ ആരാധിക്കണം. സത്യത്തിൽ ആത്മാവിലും ആരാധിക്കണം. ദൈവം പറയുന്ന നടപ്പിന് ഒത്തവണ്ണമായിട്ട് നമ്മളായിരിക്കണം. നമ്മുടെ കുറവുകളെല്ലാം കർത്താവ് ക്ഷമിക്കുന്നത് കർത്താവ്. നമ്മുടെ പാപങ്ങൾ മാലിന്യങ്ങളെല്ലാം കഴുകുന്ന ഒരു കർത്താവ്. യേശു രക്തത്താൽ കഴുകപ്പെടുമ്പോൾ നീതിയാഗമായി തീരുന്നു. നീതിയിൽ പോൽ ജീവിപ്പാൻ കർത്താവിൻ്റെ കൃപാസനത്തിൽ നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ചിന്താകുലവും ഭാരങ്ങളും എല്ലാം കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ്റെ മേൽ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതുപോലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ആശീർവദിക്കും. എൻ്റെ അടുത്ത വാക്യം എന്താണ് പറയുന്നത്? യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും എന്ന വാക്യമുണ്ട്. അതുപോലെ നമ്മളും കർത്താവിനെ സ്നേഹിക്കാം. കർത്താവ് പറയുന്ന പോലെ കേൾക്കാം. ദൈവത്തിൻ്റെ വചനം വാളാണ്, ഒരു പ്രോമിസ്. ആ പ്രോമിസ് വെപ്പണാണ്. ആ വെപ്പൺ നമ്മൾക്ക് വചനം എന്ന പാല് കുടിച്ച് വളരണം എന്നാണ് ബൈബിൾ പറയുന്നത്. വചനം എന്ന ദൈവത്തിൻ്റെ ആ വചനം നമ്മൾ ആരാധിക്കണം. വചനം നമ്മൾ കേൾക്കണം. ആര് പറഞ്ഞാലും കേൾക്കണം. വചനം പറയുമ്പോൾ, പ്രോമിസ് അല്ലെങ്കിൽ എവിടെയും പറയുമ്പോൾ നമ്മളത് കേൾക്കുവാൻ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഞാൻ ഈ പറയുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം എനിക്ക് പറയാൻ കൃപ നൽകി തരുന്നു. കൃപാസനത്തിൻ്റെ ഇടയിൽ വരുമ്പോൾ യേശു നമുക്ക് അത്ഭുതം ചെയ്യും. കൃപാസനത്തിൽ പിതാവിനോട് യേശു മധ്യസ്ഥ ചെയ്യുന്നു എന്ന് എബ്രായരിൽ വായിക്കാം, 4-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ യേശുവിനെ ആരാധിക്കുമ്പോൾ ആ കൃപാസനത്തിൽ യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാണ് പിതാവിനോട്. നമ്മുടെ എല്ലാ കുറവശങ്ങളും ക്ഷമിച്ച് ദൈവം ചെയ്യുവാനുള്ള കൃപ നമ്മൾ നൽകി തരുന്ന ഒരു കർത്താവ്. ഞാൻ വായിക്കുന്നത് സങ്കീർത്തനം 18:1. എൻ്റെ ദൈവമേ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കാം, യേശുവിനെ സ്നേഹിക്കാം. നമ്മൾ യേശുവിനെ സ്നേഹിക്കുമ്പോൾ നമ്മളെ തന്നെ സ്നേഹിക്കും, മറ്റുള്ളവരെയും സ്നേഹിക്കും. ആ ദൈവത്തിൻ്റെ കൃപാസനത്തിൽ വരുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ജീവിതം ദൈവം നമ്മൾക്ക് തരും. എല്ലാവരുടെ മുൻപിലും കർത്താവ് നമ്മളെ മാനിക്കും, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൂതിൽ നിന്ന് നിൽക്കുന്നു. താങ്ക് യു.